നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. ഒരാളുടെ ജീവിതത്തില്, ഒരു ജന്മത്തില് പ്രധാനമായിട്ട് ഒരു വ്യക്തി ഉപാസിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട, മനസ്സിലാക്കേണ്ട 5 ദേവതമാർ. നമ്മൾ നിരവധി കാര്യങ്ങൾ പറയാറുണ്ട്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആചാര അനുഷ്ഠാനത്തിലെ വിവിധ വിഷയങ്ങളെ കുറിച്ച്, നമ്മൾ വിവിധ കാര്യങ്ങളെ കുറിച്ച്, ഈശ്വരന്മാരെ കുറിച്ച്, അവരുടെ ചൈതന്യങ്ങളെ കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ സംവദിച്ചിട്ടുണ്ട്. എന്നാൽ അത്യന്താപേക്ഷിതമായി നിൽക്കുന്ന ഏതൊരു വ്യക്തിയും ഏത് സമയത്തും അറിഞ്ഞിരിക്കേണ്ട 5 ദേവതമാർ. ആ 5 ഈശ്വരന്മാരെ അവരുടെ അനുഗ്രഹകരവും ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് പരിപൂർണ സംരക്ഷണമാണ്. ഇസഡ് കാറ്റഗറിയിലുള്ള സംരക്ഷണം എന്നൊക്കെ പറയുന്നത് അതിന്റെ 15 ഇരട്ടിയാണ്. അത് ഏതൊക്കെയാണ്? ഒന്ന് കുടുംബദേവത, ഒന്ന് കുലദേവത, ഒന്ന് നക്ഷത്രദേവത, ഒന്ന് ഉപാസനാദേവത, ഒന്ന് ദേശദേവത. 5 ദേവതകൾ. എന്താണ് കുടുംബദേവത? കുടുംബദേവത എന്നൊക്കെ നമ്മൾ പറയണത്, നമ്മൾ നിരവധി പ്രാവണ കുടുംബദേവതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുടുംബപരമായി നിൽക്കുന്ന മൂലകുടുംബങ്ങള്, നമ്മുടെ പാരമ്പര്യമായുള്ള ദേവതകൾ, നമ്മുടെ കാരണവന്മാരായിട്ടോ നമ്മുടെ മുത്തശ്ശന്മാര് മുത്തശ്ശിമാരായിട്ടോ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ തറവാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് ഈശ്വര സങ്കല്പമാണോ ആ ഈശ്വര സങ്കല്പത്തെയാണ് കുടുംബദേവത എന്ന് പറയുന്നത്. പരദേവത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറില്ലേ? ആ പരദേവത അല്ലെങ്കിൽ ആ കുടുംബദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും, നമ്മുടെ കുടുംബത്തിന്റെ, കുടുംബം എന്ന് പറഞ്ഞാലല്ലോ നമ്മുടെ തറവാട്. അതൊരു വീട്ടുപേര് മാത്രമല്ല, വെറും വീട്ടുപേരിൽ ഒതുങ്ങരുത്. ഇന്നിപ്പോ ആൾക്കാർ അങ്ങനെയൊക്കെ അതിരിക്കണം. അങ്ങനെയല്ല, ഇത് ഒരു പഴയ ഒരു തറവാട്ടു പേരുണ്ട്, അതിന്റെ പാരമ്പര്യമാണല്ലോ നമ്മളൊക്കെ. അതിന്റെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും എന്തൊക്കെയാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുലദേവതയായിട്ട്, കുലദേവതയല്ല, കുടുംബദേവതയായിട്ട്, പരദേവതയായിട്ട്, കുടുംബദേവത പരദേവത എന്ന് സങ്കല്പിക്കാം. ആ കുടുംബദേവതയായിട്ട് ഉപാസിച്ചിരുന്ന് ആ കുടുംബദേവതയുടെ അനുഗ്രഹം ആദ്യം വേണം ഒരാൾക്ക്. ആ കുടുംബദേവതയെ കുറിച്ച് ഞാൻ നിരവധി തവണ പറഞ്ഞിട്ടുള്ള കാരണം അതിന് ഡീറ്റെയിൽസ് വേണം. രണ്ടാമത്തെ കുലദേവത എന്നൊരു സങ്കല്പമുണ്ട്. കുലദേവത എന്ന് പറഞ്ഞ സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു ഗോത്രവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളൊക്കെ ഓരോ ഗോത്രത്തിൽപ്പെട്ടവരാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടെന്ന് പറയാൻ മേല. നമ്മളിപ്പോ എവിടെയെങ്കിലും പോണു, എങ്ങനെയും ചെയ്യണു, അങ്ങനെയാണല്ലോ. കാരണം ഗോത്രവും, നമ്മുടെ ഗോത്രവുമായി ബന്ധപ്പെട്ട ഒരു ദേവതാ സങ്കല്പമുണ്ടോ. ഓരോ ഗോത്രക്കാർക്കും ഓരോ സങ്കല്പങ്ങളുണ്ട്. നമ്മുടെ ഗോത്രവുമായി ബന്ധപ്പെട്ട സങ്കല്പമുള്ള ദേവനെ അല്ലെങ്കിൽ ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അനുഗ്രഹം വേറൊരു തലത്തിലാണ്. അതിഗംഭീരമായി നിൽക്കുന്ന നമ്മുടെ ആ ഗോത്രത്തിന്റെ ഗുണം നമുക്ക് ലഭിക്കുകയാണ്. ആ ഗോത്ര ഗുണത്തിലുള്ള ദേവത, അതായത് അതാണ് ശരിക്കും പറഞ്ഞ കുലദേവത. അത് ആ കുലത്തിന്റെ ദേവതയാണ്. ആ ദേവതമാരെ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ കിട്ടുന്ന അനുഗ്രഹം അത് നമ്മുടെ സ്വന്തം ദേവതയാണ്. നമ്മുടെ പരദേവത പോലെ തന്നെ നമുക്ക് സ്വന്തം ദേവതയാണ്. നമുക്ക് എന്ത് സംസാരിക്കാനും പറയാനും പറ്റുന്ന നമ്മുടേതാണ്. അതും കുലദേവത എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. മൂന്നാമത് നക്ഷത്ര ദേവത. ഓരോ നക്ഷത്രത്തിനും ഓരോ ദേവന്മാരുമായി ബന്ധമുണ്ട്. ആ നക്ഷത്ര ദേവതമാരെ പ്രാർത്ഥിക്കുന്നത്, അവർക്ക് വേണ്ടി പൂജാതി കർമ്മങ്ങൾ, പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്യുന്നത് ആ നക്ഷത്രത്തിന്റെ ഉടമയായ നമ്മൾക്ക് അതികേമത്തമാണ്. ഓരോ നക്ഷത്ര ദേവതകൾ ഓരോരുത്തർക്കും പ്രത്യേകമാണ്. അതാത് നക്ഷത്രത്തിന്റെ ദേവതമാരെ കണ്ടുപിടിച്ച് അതാത് നക്ഷത്രത്തിന്റെ ദേവനെ നമ്മൾ പ്രാർത്ഥിക്കുക. നന്നായിട്ട് അവർ നമ്മുടെ നിത്യദാന കർമ്മങ്ങളിൽ അവരെ ഉൾപ്പെടുത്തുക. അത് ഏറ്റവും അനുഗ്രഹകരത്തെ പ്രദാനം ചെയ്യുന്നു ഈ നക്ഷത്ര ദേവത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ആദ്യം നമ്മൾ കുടുംബദേവതയെ കുറിച്ച് പറഞ്ഞു, നമ്മൾ കുലദേവതയെ കുറിച്ച് പറഞ്ഞു, നക്ഷത്ര ദേവതയെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമുക്ക് പറയാം ഉപാസനാ ദേവത. നമുക്ക് ഉപാസിക്കേണ്ട ദേവതാ സങ്കല്പമുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഓരോ വ്യക്തിയും ഉപാസിക്കണ ആരെയാണ്, അങ്ങനെ ഉപാസനാ സങ്കല്പമുണ്ട്. നമുക്ക് ഉപാസിക്കേണ്ടവരെ നമ്മൾ കണ്ടുപിടിക്കുക, ഉപാസനാ ദേവത. കാരണം അത് ജാതകവും കൂടെ നോക്കി വേണേ കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മൾ ഇന്നയാളെ ഉപാസിച്ചാൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാവും. ഓരോ ജാതകം നോക്കുമ്പോൾ പലരും പറയാറുണ്ട്. അപ്പൊ നമ്മുടെ ജാതകവശാൽ ഏതാണോ നമ്മുടെ ഉപാസനാ ദേവത, ആ ഉപാസനാ ദേവതയെ സങ്കല്പിച്ച് അല്ലെങ്കിൽ ഉപാസനാ ദേവത കണ്ടുപിടിച്ച്
അദ്ദേഹത്തെ ഉപാസിക്കുമ്പോൾ അതിന് മറ്റൊരു ഫലത്തെ പ്രദാനം ചെയ്യുന്നു. അഞ്ചാമതായിട്ട് ദേശദേവത, നമ്മുടെ നാടിന്റെ ദേവത. നമ്മൾ ദേശദേവതയെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് സംബന്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ദേശത്തിലെ തൊട്ടകത്തമ്പലം എന്ന് പറയുന്ന നമ്മുടെ ദേശത്തിലെ നമ്മൾ ആചരിക്കുന്ന, നമ്മളെ ആരാധിക്കുന്ന പുരാതന കാലമുള്ള നമ്മുടെ ക്ഷേത്രം, അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റെല്ലാം. അപ്പൊ ഈ 5 ദേവതമാര്, അതായത് നമ്മുടെ എന്താ പറയണ, ഈ പറയണ കുടുംബദേവതയായാലും ശരി, കുലദേവതയായാലും ശരി, ജാതക ദേവതയായാലും ശരി, ഇപ്പൊ ഈ ദേശാധിപത്യം വയ്ക്കുന്ന ദേശദേവതയായാലും ശരി, നമ്മുടെ നക്ഷത്രത്തിന്റെ ദേവതയായാലും, ഈ 5 ദേവതമാരെ നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മൾ ഉപാസിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഫലം എന്ന് പറയുന്നത് അതിശക്തമാണ്. ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ കുലദേവത അനുഗ്രഹം ഇല്ലാതെ, ധർമ്മദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലാതെ, ധർമ്മദൈവം പ്രസാദിച്ചാൽ കുളിർപ്പൂ തറവാടുകൾ, ധർമ്മദൈവത്തിന് അനുഗ്രഹം ഇല്ലാതെ ഒരാൾ നന്നായ ചരിത്രമില്ല. എത്ര ആൾക്കാർ എനിക്കറിയാം കുടുംബദേവത അറിയാത്ത പോവാത്ത, കുലദേവത ഈ പറയുന്ന ധർമ്മദൈവത്തെ അറിയാത്ത പോകാതിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ കുലത്തിനൊരു ദേവതമാരുണ്ട്. നമ്മുടെ ഓരോ കുലങ്ങൾക്കും ഓരോ ദേവതമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കുലത്തിന്റെ ദേവത അറിയാതെ ഇരിക്കുക, ആ കുലദേവത തൊഴാതിരിക്കുക, അതും നമുക്ക് ദുരിതമാണ്. നമ്മുടെ നക്ഷത്രത്തിന്റെ ദേവത, നമുക്ക് ഈ നക്ഷത്രം തന്ന ഈശ്വരന്മാരാ, ആ നക്ഷത്രത്തിന്റെ ഉടമസ്ഥനുണ്ട്, ആ ഭഗവാനെ നമ്മൾ തൊഴാതിരിക്കുന്നു, ആ നക്ഷത്രത്തിന് തൊഴുന്നു കൊടുക്കണം. അതുപോലെ നമ്മുടെ ജാതകവശാൽ നമ്മൾ ആരെ ഉപാസിച്ചാൽ നമുക്ക് കൂടുതൽ ഉയർച്ച കിട്ടും. ശരിയല്ലേ? നമുക്ക് റേഷൻ കാർഡിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സപ്ലൈ ഓഫീസിൽ പോകണം, വില്ലേജ് ഓഫീസിൽ പോയിട്ട് കാര്യമില്ല എന്ന് പറയണ പോലെ നമ്മുടെ ജാതകത്തിലെ ദുരിതങ്ങൾ മാറാൻ നമുക്കൊരു ആളുണ്ട്, അദ്ദേഹത്തെ ഉപാസിക്കുക. അതുപോലെ തന്നെ ദേശദേവത, ദേശത്തിന്റെ അടിപൊളി, ആ നാടിന്റെ രാജാവ്, ആ നാടിന്റെ രാജ്ഞി. ഒരു നല്ല ഭക്തൻ അല്ലെ ഒരു മിനിമം ഭക്തൻ, നമുക്ക് നന്മയെ കാക്ഷിക്കുന്ന വ്യക്തികള്, നമ്മുടെ ഈശ്വരാംശത്തെ കാക്ഷിക്കുന്നവര്, സുഹൃതത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര്, അവർ ചെയ്യേണ്ട ഏറ്റവും ലഘുവായ, ഞാനിത് ഉപാസന എന്ന് പറഞ്ഞാൽ ഇവർക്ക് 5 പേർക്കും രാവിലെ പൂജ ഹോമാദികൾ കഴിക്കണം എന്നും പറയല്ല. ഈശ്വര ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. എന്റെ ഭഗവതി, എന്റെ ഭഗവാനെ ഒന്ന് അനുഗ്രഹിക്കണേ. അവരെ ഒന്ന് സ്മരണ പോലും പൂജയാണ്, അവരെ നമ്മൾ സ്മരിക്കുന്നത് പോലും പൂജയാണ്. ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷൻ, ഇപ്പൊ നിലവില് ഒരു വിഷയത്തില് നിങ്ങൾ അകപ്പെട്ട് നിൽക്കുമ്പോൾ, ആ ബുദ്ധിമുട്ട് നമുക്ക് തരണം ചെയ്യാതെ പറ്റുമ്പോൾ, നമ്മളെല്ലാരെയും, നമ്മൾ സാധാരണ ആദ്യ വികാരം എന്താ, കലിയുഗത്തിന്റെ പ്രത്യേകത ഒറ്റ പുച്ഛമാണ്, ഒന്നും കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാണ്ടിരുന്നപ്പോൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്യാണ്ടിരുന്നതുകൊണ്ടാണ് നമ്മൾ പലരും ഇന്ന് ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് എനിക്കറിയാം, പലരും പറയും എന്റെ തിരുമേനി, എന്റെ മോൻ അടുത്തുള്ള ഓരോ അമ്പലത്തിലും പോകില്ല, അവൻ അവിടെ പോവാനും ഇവിടെ പോവാനും ഒക്കെ കേമത്താണ്. പൊക്കോളൂ. അവിടെ ഇവിടെ പോകുമ്പോ അവര് വിചാരിക്കും നാട്ടിലുള്ള സ്വന്തം ഭഗവാനെ തൊഴണില്ല, ദേശാധിപതിയെ തൊഴുന്നില്ല, അല്ലെങ്കിൽ അവന്റെ സ്വന്തം നക്ഷത്രത്തിന്റെ ദേവനെ തൊഴുന്നില്ല, പിന്നെ ഇവനെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു, ആ ഭഗവാൻ ഓർത്താൽ അത് അബദ്ധമായി മാറും എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു പ്രാധാന്യം നമ്മുടെ പ്രാർത്ഥനാ സങ്കല്പത്തിൽ, നമ്മൾക്ക് ജപിക്കാൻ നിരവധി കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ നിരവധി ഉപാസനാ മാർഗങ്ങൾ പറയുന്നുണ്ട്, രക്ഷയ്ക്ക്, മോക്ഷത്തിന്, നന്മയ്ക്ക്, ഐശ്വര്യത്തിന് നിരവധി കാര്യങ്ങൾ നമ്മൾ സംവദിച്ചിട്ടുണ്ട്. മിനിമം ഈ 5 ദേവതമാര് ഒരു വ്യക്തിയുമായി കൃത്യമായി ഡയറക്റ്റ് ബന്ധം പുലർത്തുന്ന ഈ 5 ദേവതമാരെ കൃത്യമായി നിത്യവും പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന സുഹൃതം നമ്മുടെ മാത്രം സുഹൃതാണ്, നമ്മുടെ മാത്രം സ്വന്തമാണ്, നമ്മുടെ മാത്രം നന്മയാണ് ഈശ്വരന്മാര്. ഇത് നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. നമ്മുടെ ഉപാസനാദേവിയായാലും, നമ്മുടെ നക്ഷത്രദേവതയായാലും, നമ്മുടെ കുലദേവതയായാലും, നമ്മുടെ കുടുംബദേവതയായാലും, നമ്മുടെ ദേശദേവതയായാലും, ഈ 5 ദേവതമാരെ നമുക്ക് മാത്രം, ഇത് വേറെ കിട്ടും. അതുകൊണ്ട് ഈ 5 നമ്മുടെ മാത്രം സ്വന്തമാണ്. നമ്മുടെ സ്ഥാനം നമ്മുടെ ഭാര്യയ്ക്ക് പോലും കിട്ടില്ല, നമ്മുടെ മക്കൾക്കും കിട്ടില്ല. അത് നമ്മുടെ മാത്രം പ്രത്യേകത. അതിനെ അറിയുക, അറിഞ്ഞു പ്രാർത്ഥിക്കുക, അറിഞ്ഞ് ജപിക്കുക, അറിഞ്ഞ് നമസ്കരിച്ചോളൂ. അതിന്റെ ഗുണം ഉത്തരോത്തര അഭിവൃദ്ധിയ, ഉത്തരോത്തര അഭിവൃദ്ധി. അതിനകത്ത് സംശയമില്ല, കേമത്തരമായ ഫലമാണ്. ചെയ്യേണ്ടത് ചെയ്യുമ്പോഴാണ് കിട്ടേണ്ടത് കിട്ടും. അതുകൊണ്ട് പ്രാർത്ഥന ചെയ്താലും പൂജയായാലും വഴിപാടുകളായാലും ആർക്കാണോ നമ്മൾ ചെയ്യേണ്ടത് പോലെ ചെയ്യണം. അതുകൊണ്ട് ഈ 5 ദേവതകൾ ഒരാളുടെ ജീവിതത്തിൽ പുലർത്തുന്ന പ്രാധാന്യം അതികേമമാണ്. നമസ്കാരം.